ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചാനലിൽ ഒരുപാട് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ദ ഗാർഡനിങ് ഷെഫ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ രാവിലത്തെ നടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഗാർഡനിൽ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് പൂവിട്ടോ, ഏതെങ്കിലുമൊക്കെ പൂ കൊഴിഞ്ഞു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ജോലിയൊക്കെ ഇഷ്ടപ്പെടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഗാർഡനിങ് പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് രാവിലെ ഇതുപോലെ ഗാർഡനിൽ കുറച്ച് നേരം നടക്കുമ്പോൾ ഉള്ളൊരു ഫീല് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഉച്ചയ്ക്ക് വെയിലായി കഴിഞ്ഞാലും പിന്നെ വൈകിട്ടും ഇതുപോലെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ വൈകുന്നേരം അങ്ങനെ അത് ഒരുപാട് നമുക്ക് സമയമൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ രാവിലെ ഈ ഒരു വരുന്ന അത് തന്നെയല്ല, പ്രത്യേകിച്ച് ഈ കിളികളുടെ ഒരു കലവില സൗണ്ടും ചെറിയൊരു മുഖത്തേക്കൊക്കെ നമ്മുടെ ഒരു തണുപ്പടിക്കലും ഒക്കെ ആയിട്ട് എന്തോ വല്ലാത്തൊരു ഫീലാണ് രാവിലെ ഉള്ള ഈ ഒരു 7 മണിക്ക് മുമ്പ് വരെയുള്ളൊരു സമയം. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു ജോലി ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യണത്. പലർക്കും പല ഇഷ്ടങ്ങളൊക്കെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എനർജിയാണ് വീണ്ടും കിച്ചണിൽ കയറി ജോലി ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ചായ കഴിഞ്ഞതിന് ശേഷം, അതായത് നന്നായിട്ട് അടിച്ചെടുത്ത ഒരു പാൽ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഗാർഡനിങ്ങിൽ ചെറുതായിട്ടൊന്ന് ഇറങ്ങി നടന്നിട്ട് പോരുന്നത്. അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കി കുക്കറിലേക്ക് തന്നെ എളുപ്പത്തിൽ നമുക്ക് കറി ചെയ്തെടുക്കാം. ഒരുപാട് വഴറ്റിയൊന്നും രാവിലെ കറി ഉണ്ടാക്കാനൊന്നും ഉള്ള ക്ഷമയൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് കുക്കറിലേക്ക് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കണ പോലെ തന്നെ കടലക്കറി, പയർ എല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് മിക്കവാറും ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് ജോലി കഴിഞ്ഞ് കിട്ടും. ഓരോരോ പ്രോസസ്സ് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുക്കറൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടി ഒന്നിച്ചിട്ടൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ കുറച്ച് ക്യാരറ്റും സവാള, പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ്, പുളി, പിന്നെന്താണ് ഉപ്പ്, ഇതെല്ലാം ഓരോരോ വീടുകളിലും വ്യത്യാസം ഉണ്ടാകും. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ബേസിക്കായിട്ട് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാമല്ലോ. അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു ഇഷ്ടങ്ങൾ. നോർത്ത് ഇന്ത്യൻ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചാട്ട് മസാലയോ ചെറിയ ജീരകമൊക്കെ വറുത്ത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് മുളപ്പിച്ചെടുത്ത കടലയാണ് കേട്ടോ. അപ്പോൾ പയറൊക്കെ ഇവിടെ ഉപ്പാക്ക് മുളപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, പിന്നെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഈ വഴറ്റിയിലേക്കൊക്കെ ചേർത്ത് ഒരു 1/4 ഗ്ലാസ് മാത്രം, അതായത് കടലക്കറി വെക്കണ പോലെ ഒന്നും വെള്ളം ഒഴിക്കരുത് കേട്ടോ. 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ. ഈ മുളപ്പിച്ചെടുത്ത കടല ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. കാരണം നമ്മളത് ഫ്രഷായിട്ട് സാലഡിലൊക്കെ യൂസ് ചെയ്യണതാണ്, കുക്ക് ചെയ്യണമെന്നില്ല. എങ്കിലും ഒന്ന് വേവിച്ചെടുക്കുക. പച്ചപ്പയറൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല കേട്ടോ. മുളപ്പിച്ചെടുത്തിട്ട് സാലഡാക്കി എടുക്കാറുള്ളൂ. കടല ആയതുകൊണ്ടാണ് 2 വിസിലൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് റാഗി പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റാഗിയുടെ പൗഡറിലേക്ക് ഇത്തിരി ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പാക്ക് രാവിലെ റാഗിയുടെ പുട്ടൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഒരിത്തിരി പുട്ടുണ്ടാക്കാമെന്ന് എഴുതിയിട്ട് ഇതുപോലെ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് കുക്കറിലേക്ക് വെച്ച് ആക്കുമ്പോഴേക്കും അതൊന്ന് പുട്ടിൻ്റെ പൊടി റെഡിയാക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ കടലയും വെന്ത് കിട്ടിയിട്ടുണ്ടാവും. കണ്ട, അത്രയും വെന്താൽ മതി. അപ്പം ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് ചാട്ട് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇത്തിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒരു സാലഡ് കഴിക്കണ പോലെയും ഒക്കെ ആയിട്ട് ആ ഒരു ടേസ്റ്റിലും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വെള്ളം മാത്രം ഒഴിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാണ് ചെയ്യണമെങ്കിൽ ഒരുപാട് വെള്ളമില്ലാതെ ഇതേപോലെ നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കാൻ പറ്റും. ആ കടല വേവുന്ന സമയം കൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റി വന്നോളും. അപ്പോൾ ഞാൻ കടല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം കുക്കറിലേക്ക് തന്നെ കണ്ട നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, ഡിന്നറിന്, ചപ്പാത്തിക്കൊക്കെ പറ്റും ഈ ഒരു റെസിപ്പി. അപ്പോൾ അത് കുക്കറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പുട്ടും കൂടി റെഡിയാക്കുന്നുണ്ട്. ഇതേപോലെ കുക്കറിൽ വെച്ച് പുട്ട് റെഡിയാക്കുന്ന ടൈമിൽ പെട്ടെന്ന് പുട്ട് റെഡിയായി കിട്ടും. സ്റ്റീം വരാൻ എളുപ്പമാണ്. അപ്പോൾ ബാക്കി ഉള്ള പണികളെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് വെള്ളയപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും പപ്പുവിനും ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്നു. കുട്ടികൾക്ക് ഇതുപോലെ റാഗി പുട്ടിനോടൊന്നും
സാധാ പുട്ട് തന്നെ അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ റാഗി പുട്ടെന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഫ്ലേവറൊന്നും ഇല്ലാത്ത പുട്ടാണല്ലോ. നല്ല ഹെൽത്തിയാണ്, പക്ഷേ ഫ്ലേവർലെസ് ആയിട്ടുള്ളൊരു പൗഡറാണ്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടൊക്കെ ചിന്തിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് അത് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളയപ്പത്തിൻ്റെ റെഡിയാക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പയർ കറി ഞാനതിൻ്റെ ഇടയിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി തേങ്ങയും വലിയ ജീരകവും കൂടി ചേർത്ത് അരച്ചിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക, ഉപ്പ് പാകപ്പെടുത്തി കൊടുക്കുക. ഇതൊന്നും ഇങ്ങനെ ഒരുപാട് വഴറ്റി ചെയ്യണ്ട കേട്ടോ. വെറുതെ പയർ വേവിക്കുക, അരപ്പ് ചേർത്ത് കൊടുക്കുക, ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. നമ്മൾ ഓരോ ഇത് വച്ചതിന് ശേഷം ആ ഗ്യാസ് ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ അടുത്തതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് തീരുന്നതിനനുസരിച്ച് വേഗം റെഡിയാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ വീട് ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കി പെറുക്കിയൊക്കെ ഇടുക. അങ്ങനെയുള്ള കുറച്ച് ജോലികളൊക്കെ ചെയ്തതിന് ശേഷമാണ് ചോറിന് ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ ഫിഷ് കുറച്ചിരുന്നത് മുളക് തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് മുതിര നമ്മൾ ഈ പാനിലിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. മുതിര ഇങ്ങനെ പൊട്ടി വരും. ആ ഒരു ടൈമിൽ ഇതിപ്പോൾ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ ഇതുപോലെ നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മുതിര കറിയോ തോരനൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. പഴയ ആളുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അവരാദ്യം മുതിര ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ കളറൊക്കെ ഇതുപോലെ ഒന്ന് ബ്രൗൺ ആയിട്ട് കിട്ടും. എന്നിട്ട് ഈ ഒരു സ്റ്റേജിൽ ഈ മുതിര പെറുക്കി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറി വെക്കാനൊന്നും തികയില്ല. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നല്ല കുറിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ആ ഒരു ഇങ്ങനെ റോസ്റ്റായിട്ട് വരുന്ന ഒരു സ്റ്റേജിലേ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. ഇനി അത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇനി ആണ് ഒന്ന് വാഷ് ചെയ്തെടുക്കണത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് മൈസൂർ ചീര, ഞങ്ങൾ സാമ്പാർ ചീര എന്നാണ് കേട്ടോ പറയണത്. എന്തുകൊണ്ടാണ് അതിന് സാമ്പാർ ചീര എന്ന് പേര് വന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സാമ്പാർ ചീര എന്ന് ഞങ്ങൾ പറയും. പിന്നെ പല സ്ഥലങ്ങളിലും മൈസൂർ ചീര എന്ന് പറയും. വേറെ ഏതെങ്കിലും പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ കടല ഇതുപോലെ മുളപ്പിച്ച് ചെയ്യുന്നവർക്ക്, വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ, മുളപ്പിച്ചെടുത്ത പയർ സാലഡിന് യൂസ് ചെയ്യും, അതല്ലാണ്ട് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എല്ലാവർക്കും ഒന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ചീര ഞാൻ എടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വച്ചിട്ടുണ്ട്. അതുപോലെ മുതിര കഴുകിയതിന് ശേഷം കുക്കറിൽ ഒരു വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിലേക്ക് ഇട്ടത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പാത്രത്തിലേക്ക് വെച്ചാലും വെന്ത് കിട്ടും. ഇനി വേറൊരു പാനിലേക്ക് ചീര ഒന്ന് തളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയോ സവാളയോ പച്ചമുളകോ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇത്തിരി മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചീരയിലിട്ടാൽ കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചീര ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരുപാടുള്ള പോലെ തോന്നും. പക്ഷേ ഇതൊന്ന് ആവി കയറി കഴിയുമ്പോഴേക്കും കൊണ്ട് വളരെയധികം കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേക്ക് വരും കേട്ടോ. അപ്പോൾ ചീര അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എപ്പോഴും ചീര ഇട്ടതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെക്കുക. ഒരുപാട് വെള്ളം ഇതിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വറ്റിച്ചെടുക്കാനൊക്കെ ഒരുപാട് നേരം ഗ്യാസ് കത്തിച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാടൊക്കെ വെന്ത് വരുമ്പോഴേക്കും ചീരയുടെ ക്വാളിറ്റി, അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ പെട്ടെന്ന് റെഡിയാക്കിയെടുത്ത് പെട്ടെന്ന് കഴിക്കുക. അതാണ് ചീര പോലുള്ള ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ സമയത്ത് മുതിര റെഡിയായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീര ആകുമ്പോൾ ഇത്തിരി തേങ്ങ ചേർത്താലാണ് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ തേങ്ങ ചേർത്തെന്ന് വെച്ച് ശരീരത്തിന് ഹാനികരമൊന്നുമല്ലല്ലോ, ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണല്ലോ തേങ്ങ. അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചീരയിലൊന്നും ഒട്ടും വെള്ളമില്ല കേട്ടോ. നമ്മൾ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെ തുറന്നിട്ട് ചിക്കി എടുക്കുമ്പോഴേക്കും ചീരയും റെഡിയായി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നപ്പോൾ ഗ്യാസ് ഓഫാക്കി
അത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ചീര റെഡിയാക്കിയ പാൻ ഞാൻ കഴുകിയിട്ടൊന്നുമില്ല, അതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിലെന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചങ്ങ് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. ഇതിൽ പലതരത്തിലുള്ള മീനുകളുണ്ട്. മുള്ളൻ, പിന്നെന്താണ് അയല, പരവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് ചെയ്തെടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് പാനിലേക്ക് തന്നെ വെച്ച് കൊടുത്തത്. ശരിക്കും ഇരുമ്പ് ചട്ടിയിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഫിഷിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. പക്ഷേ എളുപ്പം പണിക്ക് വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. മീൻ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കാതെ ഗ്യാസ് സ്റ്റോപ്പൊന്നും വൃത്തികേടാവാതെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത്തിരി മോരുണ്ടായതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കടുക്, ഉലുവ, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയൊക്കെ ചേർത്താൽ നല്ലതാണ് കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. സ്റ്റീലിൻ്റെ പാനൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് പുകഞ്ഞ് വരും, അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാം. അതിനുശേഷം ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിശ്ശേരിയായിട്ട് ചെയ്യുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള പുളിശ്ശേരി കിട്ടും. തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല. പിന്നെ തൈരിന് പുളിയുള്ളതാണെങ്കിൽ ആ തൈരിൻ്റെ പുളി ഒന്ന് കുറഞ്ഞ് കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഇഷ്ടംപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ഫിഷ് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് അതും കൊടുക്കുന്നുണ്ട് കേട്ടോ. അറ്റ് എ ടൈം എല്ലാ ജോലികളും നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ചൂടുണ്ടോയെന്ന് നോക്കണത് എനിക്ക് എപ്പോഴും പറ്റാറുള്ള അബദ്ധമാണ്. ഇതുപോലെ സ്റ്റീലിൻ്റെയൊക്കെ പാത്രങ്ങൾ ചൂടാക്കിയിട്ട് പെട്ടെന്ന് കയറി അങ്ങോട്ട് പിടിക്കും. അപ്പം നമ്മളങ്ങനെ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ചൂടിലേക്ക് ഒഴിച്ചാൽ ചിലപ്പോൾ തൈര് അങ്ങോട്ട് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അരിപ്പൊടി ചേർത്താൽ അങ്ങനെ പിരിയില്ല, എങ്കിലും അങ്ങനെ നല്ല ചൂടിൽ ചേർക്കണ്ട. ചൂടൊന്ന് ആറിയതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു പഞ്ചസാരയാണ്, ഞാൻ ഉപ്പല്ല കേട്ടോ അത്, കാരണം പഞ്ചസാര പൗഡറാണ്, പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര. നമ്മൾ പുറത്ത് വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കട്ടിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയും ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനേ തലേ ദിവസം പുഡിങ് ഉണ്ടാക്കിയത്, എനിക്ക് ആ സമയത്ത് ചെറിയൊരു തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ജോലികളൊക്കെ ചെയ്ത് അതിൻ്റെ ആ ഒരു ടൈമിലാണല്ലോ പിന്നെ ചെറിയൊരു വിശപ്പ് വരുന്നത്. അപ്പോൾ പുഡിങ്ങിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കാമല്ലോ എന്ന് കരുതിയിട്ട്, അപ്പോൾ എൻ്റെ അടുത്ത് പപ്പു പറഞ്ഞ ഇത് വേണമെങ്കിൽ ഇത്തിരി ടേസ്റ്റ് നോക്കിക്കോ, ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചത് ഉണ്ടാവില്ല, ഞാൻ കഴിക്കും എന്നും പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത്തിരി ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കുറച്ചതൊന്ന് കഴിച്ചതായിരുന്നു. അപ്പം ഇത് കസ്റ്റാർഡും പിന്നെന്താണ് ബ്രെഡൊക്കെ ചേർത്തിട്ട് ഏറ്റവും സിമ്പിളും ഏറ്റവും ഈസി, അതുപോലെ ഏറ്റവും ടേസ്റ്റും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ച് ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ ഇതിൻ്റെ ഇടയിൽ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിപ്പോൾ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പ് പെട്ടെന്ന് ഇതുപോലെയാണ് കയറി പിടിച്ചപ്പോൾ അതിന് നല്ല ചൂടുണ്ടായിരുന്നു. ഒന്ന് തണുത്തതിന് ശേഷം സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്യാനാണ് നല്ലത്. അപ്പോൾ പിന്നെ ആ ഒരു പണി അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കും. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ എന്തായാലും ആദ്യം ആ തെറിച്ച എണ്ണയും ഓയിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. അതിന് ശേഷം ഏത് ലിക്വിഡാണോ യൂസ് ചെയ്തിട്ടാണോ നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കുക. എന്നിട്ട് നല്ല ഫ്രഷ് വാട്ടറിൽ ഒന്നും കൂടി തുണി മുക്കിയൊക്കെ തുടച്ചെടുക്കുക. അപ്പോൾ നല്ല ഗ്യാസ് സ്റ്റോപ്പ് നല്ല ക്ലീൻ ആയിട്ടിരുന്നോളൂ. ഓരോ നേരം ജോലി കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല പുതിയതുപോലെ ഇരുന്നോളൂ. അങ്ങനെ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, പല ജോലികൾക്ക് പോവുകയും ഒക്കെ ചെയ്യണതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ക്യാമറ വെച്ച് ചെയ്യാൻ പിള്ളേരൊക്കെ ക്യാമറയുടെ ബാക്കിൽ നിന്ന് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്കൊക്കെ പോകുമ്പോൾ ക്യാമറയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഹലോ ഗൈസ് ഉമ്മിച്ച് ഫ്രിഡ്ജിലേക്ക് ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയേക്കാണ്, ഇപ്പോൾ വരാട്ടോ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം ഞാൻ ക്യാമറ എടുത്ത് അവൻ്റെ നേരെ തിരിക്കുമ്പോൾ എന്നെ എടുക്കാൻ സമ്മതിക്കില്ല, ഞാനെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയണ കാരണമാണ് കുട്ടികളെയൊന്നും കാണിക്കാത്തത്. അപ്പോൾ അവർക്കൊന്നും അങ്ങനെ വീഡിയോയിൽ വരുന്നതിനോടൊന്നും അത്ര താല്പര്യമില്ല. ക്യാമറയുടെ ബാക്കിൽ നിന്ന് പല കമൻറ്റ്സ് പറയും, എന്നെ കളിയാക്കും, തമാശകളൊക്കെ പറയുമെങ്കിലും അതിൻ്റെ വരാനൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെയൊന്നും കാണിക്കാത്തത്.
പിന്നീട് പോയി നിസ്കാരവും നമ്മുടെ പ്രയറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ചോറ് കഴിക്കാനായിട്ട് കറികളൊക്കെ വിളമ്പി. രാവിലത്തെ പയറുകറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പയറും കടലയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പലർക്കും ഇഷ്ടമായിരിക്കും. എനിക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ചത് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നാടൻ കറികളാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. ചെയ്യുന്ന ജോലികൾ പെട്ടെന്ന് നമ്മൾ ആ ഗ്യാസ് ഒഴിയണതിനനുസരിച്ച് അടുത്തത് റെഡിയാക്കി വെക്കുക. അപ്പോൾ അടുത്തത് വയ്ക്കുക. പ്ലേറ്റിൽ പാത്രങ്ങളിൽ റെഡിയാക്കി വെച്ചിട്ട് ഓരോന്നോരോന്ന് പെട്ടെന്ന് ഒരു കറി വെച്ച് പിന്നെ കുറേ നേരം പോയി റെസ്റ്റ് എടുത്ത് പിന്നെ അടുത്ത കിച്ചണിൽ വേറൊരു കറി വെച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര മടി തോന്നും. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കറികളാണ്. നല്ല സൂപ്പർ ടേസ്റ്റും ആയിട്ടുള്ള നാടൻ ഊണ് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നവരായിരിക്കും എല്ലാവരും. എങ്കിലും ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ പെട്ടെന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ, ഓരോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനോ ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.